നമുക്ക് കൊച്ചിയിലേക്കാണ് പോകാനുള്ളത്. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മുനമ്പം കമ്മീഷൻ സർക്കാരിന്റെ റിവ്യൂ ഹർജി ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി പുനരാരംഭിക്കണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. അതൊക്കെ വിശദമായി പരിശോധിക്കാം. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. നിതിൻ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഹൈക്കോടതി ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ തന്നെയാണോ കൊച്ചിയിൽ നിന്ന് പ്രധാനമായും വരുന്നത്? തീർച്ചയായും അമൃത, മധ്യകേരളത്തിൽ നിന്നും പ്രധാനമായുള്ള വാർത്തകളിൽ രണ്ട് ഹൈക്കോടതി വാർത്തകളാണുള്ളത്. ഒന്ന്, മുനമ്പം കമ്മീഷനെ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലാണ്. ഈ അപ്പീൽ ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയാണ്. കഴിഞ്ഞ തവണ ഈ മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിൽ വിശദമായ വാദം കേൾക്കാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളിൽ കമ്മീഷനെ നിയമിക്കാൻ നിയമസാധുതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ മുനമ്പം കമ്മീഷനെ ഹൈക്കോടതി റദ്ദാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ഹൈക്കോടതി വാർത്ത ഈ വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അത് ഈ പദ്ധതി പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ നൽകിയ ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ രൂക്ഷമായ വിമർശനമാണ് സർക്കാരിന് ഹൈക്കോടതി നൽകിയത്. ഈ ബലപരിശോധന എന്തുകൊണ്ട് പൂർത്തിയാക്കുന്നില്ല, ഇത്രയും സമയം നൽകിയിട്ടും എന്തുകൊണ്ട് കെട്ടിടങ്ങളുടെ ബലപരിശോധന പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ ഹൈക്കോടതി സ്വയം ഏജൻസിയെ വെച്ച് അത് ചെയ്യുമെന്നും ഹൈക്കോടതി താക്കീത് നൽകിയിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും ഇതിലൊരു തീരുമാനം വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പാലക്കാട് IITയെ സർക്കാർ ഇതിൽ നിയോഗിച്ചിരുന്നുവെങ്കിലും ബലപരിശോധനയ്ക്ക് നിയോഗിച്ചിരുന്നുവെങ്കിലും പക്ഷേ അവർ പിന്നീട് പിന്മാറുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ആലപ്പുഴയിൽ ചേർത്തലയിൽ നിന്നാണ്. അതായത് NDAയുടെ മുന്നണി യോഗം നേതൃയോഗം ഇന്ന് ആലപ്പുഴ ചേർത്തലയിൽ നടക്കുകയാണ്. BJP സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷമുള്ള NDA മുന്നണിയുടെ ആദ്യ യോഗമാണിത്. പക്ഷേ ഈ യോഗത്തിൽ പല മുന്നണികൾക്കും പല പരാതികളുമുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കും? പ്രത്യേകിച്ച് 9 വർഷമായി BDJS മുന്നണിയിലുണ്ട്, പക്ഷേ അർഹമായ പരിഗണന കിട്ടുന്നില്ല എന്നാണ് BDJS പറയുന്നത്. മറ്റു പല പാർട്ടികൾക്കും, മുന്നണിയിലെ പാർട്ടികൾക്കും സമാനമായ പരാതികളുണ്ട്. ഒപ്പം തന്നെ ഇതൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്ലാനുകളും മറ്റും ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. മുന്നണിയിൽ നേതൃമാറ്റം വരുമെന്നും ചില സൂചനകൾ വരുന്നുണ്ട്. കോട്ടയത്ത് ഏറ്റുമാനൂരിൽ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ പ്രതി നോബി ഇന്ന് ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. 28 ദിവസത്തിന് ശേഷമാണ് നോബിക്ക് കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നൽകിയത്. അപ്പോൾ കർശന വ്യവസ്ഥകളോടെയാണ് ഇയാൾക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. ഇയാൾ ഇന്ന് ജയിലിന് പുറത്തിറങ്ങും. ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്. അമൃത.